Damn it. Watch where you're going. Maybe your team should learn the rules before stepping into our court. I didn't do anything. Oh, really? Then, why don't you let us win the match? Leave me. That's enough. She said she didn't do anything to you. Leave her alone. What? Are you here to play a hero? Mind your own business. I am. You're bullying my teammate. So what? You gonna cry about it? This is your last chance. Walk away. No. What will you do? Sorry, I won't repeat it. You lost the moment you mistook kindness for weakness. Hey, are you okay? Yeah, I'm fine. Try to respond by yourself next time. നീ എപ്പോഴാ നാട്ടിലേക്ക് പോകുന്നേ? നാളെ രാവിലെ 8:30 ഫ്ലൈറ്റ്. ഓ. അല്ല, നീ നാട്ടിലേക്കൊന്നും പോകുന്നില്ലേ? ഉണ്ട്, ഈ മാസം ഇല്ല. ഫിയാൻസി നാളെ ഇങ്ങോട്ട് വരും. ഓ, കൊള്ളാലോ. അപ്പൊ ശരി, എൻജോയ് ചെയ്. ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് പാക്കിംഗ് ബാക്കിയുണ്ട്. ഹാ, ശരി എന്നാ. ഹലോ മോളെ. ഹലോ അമ്മ. നീ എന്ത് ചെയ്യുവാ? കുറച്ചുകൂടെ പാക്കിംഗ് ബാക്കിയുണ്ടായിരുന്നമ്മ, അത് ചെയ്തോണ്ടിരിക്കുക. ആ, ശരി ശരി. ആ മോളെ, പിന്നെ നാളെ നിന്നെ വിളിക്കാൻ കിച്ചു ആണ് കേട്ടോ വരുന്നത്. കിച്ചു ഏട്ടനോ? അതെന്താ? അത് നിന്റെ അച്ഛനും ആകെയും തറവാട് വരെ ഒന്ന് പോയേക്കുക, ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ. ഈ വർഷം ഉത്സവം ഉണ്ടോ? പിന്നെ ഈ വർഷം ആകുമ്പോ 15 വർഷം തികയല്ലേ. ഓ, അപ്പൊ പൊളിക്കാം. ഹാ, അതെ. നീ എന്തായാലും സാധനങ്ങളൊക്കെ നേരെ എടുത്ത് വെച്ചിട്ട് സേഫ് ആയിട്ട് വാ കേട്ടോ. ആ, ശരി അമ്മ. ആദു, കിച്ചേട്ടാ. നീ അങ്ങ് വളർന്നു വല്ലേ ആളായിപ്പോയല്ലോ. പണ്ട് കണ്ട പോലെയല്ല. ഏട്ടന് ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ മസിലൊക്കെ വന്നല്ലോ. നീ ഇപ്പൊ ശരിക്കും ഒരു അമേരിക്കക്കാരിയായി. മുടിയും ഡ്രസ്സും മൊത്തത്തിൽ. നാട്ടിലെത്തട്ടെ, നമുക്ക് മാറ്റാന്നേ. എന്നാ പോയാലോ? വീട്ടിലെല്ലാരും നിന്നെ നോക്കിയിരിക്കുക. പോവാം. കിച്ചേട്ടന്റെ വീട്ടിലെല്ലാരും സുഖമായിരിക്കുന്നോ? പിന്നെ സുഖാണല്ലോ. ഈ വർഷം നിങ്ങളുടെ അച്ഛന്റെ നാട്ടിലെ ഉത്സവം നടക്കുന്നുണ്ടല്ലേ?
ആ ഉണ്ട്, ഇന്നലെ അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞേ. ആദ്യം പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു, എന്തോ 15 വർഷത്തിന് ശേഷം നടക്കുന്ന ഉത്സവമാണെന്നോ അങ്ങനെന്തോ. അതെ, 15 വർഷം കൂടുമ്പോഴേ ഈ ഉത്സവം നടത്താറ്. എനിക്കിതിന്റെ പിന്നിൽ ഐതിഹ്യമൊന്നും വലിയ പിടുത്തമില്ല, കുഞ്ഞിലെ എന്തോ പോയൊരു ഓർമ്മ മാത്രം. ഓ, പക്ഷെ ഉത്സവമാകുമ്പോ ആ നാട്ടുകാർക്ക് അതൊരു ആഘോഷമാ. പുറത്തുനിന്ന് വരെ ഉത്സവം കൂടാൻ ആളുകൾ വരാറുണ്ട്. ആഹാ, കൊള്ളാലോ. ആദ്യമോളെ, അമ്മ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? അമ്മ സുഖായിരുന്നു. ആതുവേ, നീ ആകെ അങ്ങോട്ട് ക്ഷീണിച്ചല്ലോടി. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്താടാ എന്നെ വിളിക്കാൻ വരാഞ്ഞേ? ഞാനതിന് അച്ഛൻ്റെ കൂടെ തറവാട്ടിൽ പോയേക്കുമായിരുന്നു. ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. പിന്നെ കിച്ചു ഉണ്ടായിരുന്നല്ലോ, അതാ ഞാൻ വരാഞ്ഞത്. എന്നിട്ട് അച്ഛൻ എന്തിയേ? അച്ഛൻ തറവാട്ടിൽ നിന്ന് വന്നിട്ടില്ല, ഉത്സവത്തിന്റെ തിരക്കല്ലേ. ഇപ്പൊ വരും. ഓ, എന്ത് കോലവാ മോളെ ഇത്? നീ മുടിയിലൊക്കെ എന്തേ കാണിച്ചു വെച്ചേക്കുന്നേ? അത് കളർ ചെയ്തേ മുത്തശ്ശി. ഇവിടെ നിന്നിരുന്നപ്പോ എങ്ങനെ നിന്ന് കുട്ടിയാ, അടക്കവും ഒതുക്കവും ഉണ്ടായിരുന്നു. ആ വേഷവും ഒന്നും നിനക്ക് ചേരുന്നില്ല. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? അത് അവൾക്ക് നന്നായി ചേരുന്നുണ്ട്. മുത്തശ്ശി, എനിക്ക് അവിടെ അമേരിക്കയിലെ സാരി ഉടുത്ത് മുടിയും പിന്നിട്ട് നടക്കാൻ പറ്റിയില്ല. പിന്നെ നാട്ടിലോട്ടായോണ്ട് ഉള്ളതിൽ ഏറ്റവും മാന്യതയുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇക്കണക്കിന് മുത്തശ്ശി എന്റെ അമേരിക്കയിലെങ്ങാനും വെച്ച് കണ്ട ഹാർട്ട് അറ്റാക്ക് വരുമല്ലോ. ശിവ ശിവ, എന്റെ പൊന്നു മുത്തശ്ശി, നിങ്ങൾക്ക് ഈ 1970 വണ്ടി കിട്ടിയില്ലെന്ന് വെച്ച് എല്ലാരും അങ്ങനെ ആവണമെന്നുണ്ടോ? എന്നുവെച്ചാ പുരോഗമനം സംഭവിച്ചിട്ടില്ലെന്ന്. മോളെ, നീ ഇങ്ങ് വന്നേ, വാ, അമ്മ കഴിക്കാൻ എടുക്കാം. ശരിയാ, അമ്മ ഇങ്ങ് വന്നേ, എനിക്ക് വിശക്കുന്നു. ആദുമോളെ, അച്ഛാ, എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു അച്ഛാ. ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. 15 വർഷം കഴിഞ്ഞിട്ടുള്ള ഉത്സവമല്ലേ, അപ്പോ നമ്മളായിട്ടൊരു കുറവും വരുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ തിരക്കായി നടക്കുകയായിരുന്നു ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട്. അതുകൊണ്ടാ നിന്നെ കൂട്ടാൻ വരാൻ പറ്റാഞ്ഞേ. അതൊന്നും സാരമില്ല. കിച്ചോടൻ എന്നെ സമയത്ത് തന്നെ വിളിക്കാൻ വന്നായിരുന്നു. പിന്നെ ഈ ഉത്സവം എപ്പോഴാ തുടങ്ങുന്നേ? ഉത്സവം അടുത്ത മാസമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനു മുന്നേ നമ്മൾ തറവാട്ടിൽ പോയി നിൽക്കേണ്ടി വരും. അതെന്തിനാ? ഉത്സവത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ ഇവിടുന്ന് പോയി വരാൻ പാടല്ലേ മോളെ. പിന്നെ ഉത്സവം നടക്കുന്നതും അവിടെയല്ലേ, അപ്പോ നമ്മൾ തറവാട്ടിൽ പോയി നിൽക്കേണ്ടി വരും. ഓ, കിച്ചോട്ടനെ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ മുത്തശ്ശനും ചിറ്റനും നിന്നെ അന്വേഷിച്ചിരുന്നു. ഉത്സവത്തിന്റെ തിരക്കുകളായതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരാഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞു നിന്നെ അങ്ങോട്ട് കൊണ്ടു ചെല്ലാന്ന്. ആണോ? പിന്നെ മുത്തശ്ശി എന്താ ഇങ്ങോട്ട് വന്നേ? മുത്തശ്ശി രാവിലെ ആദിയുടെ കൂടെ വന്നതാ. ഓ, അച്ഛാ, ഞാനിപ്പോ വരാമേ. ശരി മോളെ. കിച്ചേട്ടാ. ആദു, കിച്ചേട്ടാ, ഒരുപാട് നാളായില്ലേ ഇവിടെയൊക്കെ കണ്ടിട്ട്. എന്നെ ആ അമ്പലത്തിന്റെ അടുത്തുള്ള പാടത്ത് കൊണ്ടുപോവോ? പിന്നെന്താ, നമുക്ക് പോവാലോ. വൈകിട്ട് പോയാ മതിയോ? മതി മതി. എവിടെയോ പരിചയമുള്ള വൃത്തികെട്ട ശബ്ദമാണല്ലോ. നീയോ? നിനക്ക് സുഖല്ലേ? പിന്നെ പരമസുഖം. നിനക്കോ? യാ സുഖം. നീ ആളാകെ അങ്ങ് മാറിപ്പോയി. ശരിക്കും വീഡിയോ കോളിൽ കാണുന്നതിൽ രസമുണ്ടായി നേരിട്ട് കാണാൻ. ഇവിടുന്ന് അതൊക്കെ അവിടെ നിക്കട്ടെ. എനിക്ക് എന്താ കൊണ്ടുവന്നേ? കാണിച്ചു തരാം. ഇതെന്താണ് കുറെ ബുക്കൊക്കെ? എന്റെ ഇതൊക്കെ ഉള്ളൂ. വേണമെങ്കിൽ നീ ഇതൊക്കെ കൊണ്ട് തൂക്കി വിറ്റോ. ഷെയർ തന്നാ മതി. ആടി, നീ അമേരിക്കയിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന ബുക്കൊക്കെ ഞാൻ കൊണ്ട് തൂക്കി വിട്ടിട്ട് ഇനി അതിൽ നിന്ന് ഷെയർ തരാം. ശവം. എന്നാലും വന്നപ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരായിരുന്നു. നിനക്ക് തോന്നുന്നുണ്ടോ ഞാനൊന്നും കൊണ്ടുവരാണ്ട് വരുമെന്ന്? വാ, തരാം. എനിക്ക് എപ്പോഴും അറിയായിരുന്നു നീ എന്തേലൊക്കെ കൊണ്ടുവരുമെന്ന്. മതി അത് ഞാൻ കണ്ടായിരുന്നു. ഇങ്ങോട്ട് പോരെ. നിന്റെ അമേരിക്കയിലെ വിശേഷങ്ങളൊക്കെ പറ, കേക്കട്ടെ. വല്ല അമേരിക്കക്കാരൻ ചെക്കനെ സെറ്റാക്കിയോ? ഞാനോ? അതോ അമേരിക്കന്ന്? നെവർ. അതെന്താ, അമേരിക്കയിലുള്ളവരൊക്കെ അത്രയ്ക്ക് മോശം? മോശമായിട്ടൊന്നുമല്ല. എനിക്ക് അമ്പലത്തിലൊക്കെ പോകുന്ന ഷർട്ടും കൊണ്ടൊക്കെ ഇടുന്ന നാട്ടിലെ ആമ്പിള്ളേരാണ് ഇഷ്ടം. ടോക്സിക്. ആര്, ഞാനോ?
അതെ, ഇതൊരുമാതിരി ആമ്പിള്ളേര് സാരിയൊക്കെ കൊടുത്ത് പാചകമൊക്കെ അറിയുന്ന കുലസ്ത്രീകളെ ഇഷ്ടാന്ന് പറയുന്ന പോലെ ഉണ്ട്. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. എനിക്ക് നമ്മുടെ നാട്ടിലെ ആമ്പിള്ളേരെയാണ് ഇഷ്ടം, അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് എൻ്റെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നീ അത് ടോക്സിക് ആക്കിയല്ലോ. അങ്ങനൊക്കെ നോക്കിയാ നീ കിച്ചുവേട്ടനെ കെട്ടേണ്ടി വരും. അതെന്താ? നീ ഇപ്പൊ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും പുള്ളിക്കാരനുണ്ട്. അത്യാവശ്യം മോഡേണും ആണ്, അത്യാവശ്യം നാടനും ആണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് സെറ്റ് ഉള്ള പയ്യൻ. പിന്നെ എനിക്കറിയാം നീ പുള്ളിക്കാരനെ ഒരു ചേട്ടനായിട്ടാ കാണുന്നതെന്ന്. അതുകൊണ്ട് നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. അത് എന്തോ ഒരു 100 രൂപ ജിപേ ചെയ്യോ, ചായ കുടിക്കാനാ. ഓ, 100 രൂപയ്ക്ക് ചായയുടെ ഒക്കെ ആവശ്യമുണ്ടോ? മുത്തശ്ശി, ഇവനൊരു ചായ ഇട്ട് കൊടുത്തേ. എന്റെ പൊന്നെ ദൈവമേ, വേണ്ട, ഞാൻ പോയി. ഓക്കെ, ബൈ. അതു ഒഞ്ഞു പോയാടാ, എൻ്റെ ഈ പൈസ ഒന്നുമില്ല. പൈസയോ? അയ്യോ കിച്ചുവേട്ടാ, സോറി, ഞാൻ ആദ്യം അന്ന് വെച്ചിട്ടാ. വന്ന പാടെ തുടങ്ങിയ രണ്ടും കൂടെ അടിയുണ്ടാക്കാൻ. അല്ല, പോവണ്ടേ പാടത്ത്? പിന്നെ വേണം. എന്നാ വാ. ഇവിടെയൊക്കെ ഒരുപാട് മാറിയല്ലേ. കിച്ചേട്ടൻ്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ചില ദിവസങ്ങളിൽ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. ഓ, ആദ്യ മോളെ, സുഖാണോ മോളെ? മുത്തശ്ശി, സുഖമായിട്ടിരിക്കുന്നു. മുത്തശ്ശിക്ക് സുഖാണോ? ഓ കുഞ്ഞെ, സുഖം. നിത്യ പറഞ്ഞിരുന്നു മോളിന്ന് വരുമെന്ന്. പക്ഷേ അങ്ങോട്ടൊന്ന് വന്ന് കാണാൻ സമയവും കിട്ടിയില്ല. പിന്നെ ഈ വയ്യാത്ത കാലുകൊണ്ട് അത്രയും നടക്കാനും വയ്യ. അതൊന്നും സാരല്ല. മുത്തശ്ശിക്ക് കാണണ്ടപ്പോ പറഞ്ഞാ മതി, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. മോള് നന്നായി വരും. എന്നാ ശരി മുത്തശ്ശി, ഞങ്ങൾ ചെല്ലാം. ശരി മോളെ. നീ ഇപ്പോഴും പഴയ പോലെ തന്നെ കേട്ടോ. നിന്റെ ഈ സ്വഭാവവും എല്ലാരോടുള്ള ഈ നല്ല രീതിയിലുള്ള പെരുമാറ്റവും അതൊന്നും ഒട്ടും മാറിയിട്ടില്ല. അതങ്ങനെയല്ല. എന്നോടെങ്ങനെയാണോ അതേപോലെ ഞാൻ തിരിച്ചു നിൽക്കും. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ. ഓഹോ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഏറെ കാണാൻ ആഗ്രഹിച്ച ആ കണ്ണുകളെ ഞാൻ ഇന്ന് വീണ്ടും നേരിൽ കണ്ടു. എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് കിച്ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ ഒപ്പം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോയത്. ഹോസ്റ്റൽ പഠനം കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ അമ്മമ്മയ്ക്ക് സുഖമില്ലാതെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറച്ച് അകലെയാണ് കിച്ചേട്ടൻ്റെ അമ്മമ്മയുടെ നാട്. അതുകൊണ്ട് അവർ പിന്നീടുള്ള കുറച്ച് വർഷം അവിടെയായിരുന്നു. ആദ്യയിടത്തൊക്കെ കിച്ചേട്ടനെ കാണാൻ പോകുകയായിരുന്നു. പിന്നീട് എനിക്ക് 18 വയസ്സുള്ളപ്പോൾ ഞാൻ ഹയർ എഡ്യൂക്കേഷൻസിന് വേണ്ടി അമേരിക്കയിലേക്ക് പോയി. അതിനൊക്കെ ശേഷം ഇന്ന് 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കിച്ചേട്ടനെ നേരിൽ കാണുന്നത്. ഇടയ്ക്കൊക്കെ ആദ്യം വീഡിയോ കോൾ ചെയ്യുമ്പോൾ കിച്ചേട്ടന് കൂടെ കൂടാറുണ്ട്. ഇടയ്ക്കൊക്കെ എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ എന്നെ വിളിക്കാറുണ്ട്. ദൂരം കൊണ്ട് അകലെയായിരുന്നെങ്കിലും എൻ്റെ മനസ്സെപ്പോഴും കിച്ചേട്ടൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. കിച്ചേട്ടനോട് എനിക്ക് ചെറുപ്പം മുതൽക്കേ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. 14-ാം വയസ്സിലാണ് ആ ഇഷ്ടത്തിൻ്റെ യഥാർത്ഥ പേര് ഞാൻ മനസ്സിലാക്കിയത്, പ്രണയം. എൻ്റെ ഇഷ്ടം കിച്ചേട്ടനെ അറിയിക്കാൻ ഞാൻ കുറച്ചൊക്കെ ശ്രമിച്ചിരുന്നു. പിന്നീട് എനിക്ക് തന്നെ തോന്നി ഇതൊക്കെ പ്രായവും പക്വതയുമാണ് മുന്നോട്ട് പറയാനാണ്. എന്നാലിപ്പോൾ മുമ്പത്തെ പോലെയല്ല. എനിക്ക് വ്യക്തിപരമായി വ്യക്തമായി കിച്ചേട്ടനോട് എൻ്റെ പ്രണയം തുറന്നു പറയണം. എൻ്റെ കാത്തിരിപ്പ് അവസാനിപ്പിക്കണം. Here's the top. Number one, I think the only question that was the need to maintain, but other than that, ആദി, എന്താടാ, എന്താ പ്രശ്നം? നീ എന്താ ഇവിടെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? എടാ, നിനക്ക് സൊല്ലണമെങ്കിൽ നിനക്ക് നിന്റെ റൂമിൽ ഇരുന്ന് ചെയ്തൂടെടാ, പാഴ്ജന്മമേ. അതിന് എൻ്റെ റൂമിൽ ആ മുത്തശ്ശി ഉണ്ട്. ഈ വീട്ടിൽ വേറെ റൂമൊന്നും ഇല്ലഞ്ഞിട്ടാണോ മുത്തശ്ശി നിന്റെ കൂടെ വന്ന് കിടക്കുന്നത്?
അത് മറ്റേ റൂമിൽ ഇപ്പോൾ ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാനതിൽ എൻ്റെ കുറച്ച് സാധനങ്ങൾ വെച്ചേക്കുക. ആ ബെസ്റ്റ്. എന്താ എന്ത് പറ്റി? എന്തിനാ കാറിയത്? ആദു, നീ എന്തിനാ ഈ രാത്രി കിടന്ന് കാറുന്നേ? ആ ബെസ്റ്റ്. മുത്തശ്ശിക്ക് അത്ര വൃത്തിയായിട്ട സൗണ്ട് കേട്ടിട്ട് എൻ്റെ ആയിട്ടാണോ തോന്നിയത്? ഇത് അവനാ കാറിയത്. എന്താടാ ആദി, എന്താ പ്രശ്നം? അതിവൻ അതമ്മേ, ഞാനിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇവളെ സ്വപ്നം കണ്ടു. അപ്പോൾ എനിക്ക് ഇവളെ ഒന്ന് കാണണം തോന്നി. പക്ഷെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി പെട്ടെന്ന്. അത് ഇവളീ മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ ഇരുട്ടത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്നൊരു മനപ്രയാസം തോന്നി. അവന്റെ ഒരു മനപ്രയാസം. പോയി കിടന്ന് ഉറങ്ങടാ, ബാക്കിയുള്ളവന്റെ ഉറക്കം കളയാനായിട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇവളുടെ ഈ സ്റ്റൈലൊക്കെ മാറ്റണോന്ന്. ഇതിനെന്താണ് വയ്യേ? ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോയി. എല്ലാം പൊക്കെ ഇവിടുന്ന്. ഗുഡ് മോർണിംഗ് അച്ഛാ. ആഹാ, എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി എന്തായിരുന്നു മോളിന്ന് ഒരു കാറലൊക്കെ കേട്ടെ? അതാദിക്ക് വേറെ പണിയൊന്നുമില്ല. അവൻ ഇന്നലെ ഫോൺ എടുത്ത് മുകളിലോട്ട് പോകുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അപ്പൊ അച്ഛനറിയോ? നിന്റെ അമ്മയ്ക്കും അറിയാം, പക്ഷെ മുത്തശ്ശിക്ക് അറിയില്ല. അതാണ് പ്രശ്നം. എന്നിട്ട് അവനിതൊക്കെ അറിയോ? നിങ്ങക്ക് അറിയാവുന്നുള്ള കാര്യം? ഇല്ല. പൊട്ടൻ. സുമേഷ് അച്ഛാ, ആദു, ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരിക്കുവായിരുന്നടാ. സുജേഷേ, പറയടാ. ആണോ? എപ്പോ? ആഹാ, കൊഴപ്പൊന്നുമില്ലല്ലോ. ശരി, ഞാൻ വരാം. എന്താ അച്ഛാ, എന്ത് പറ്റി? മുത്തശ്ശൻ ബാത്റൂമിൽ ഒന്ന് കാല് തെറ്റി വീണുന്ന്. ആണോ? എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ, ആണോ? എന്തെങ്കിലും പറ്റിയോ? വലിയ കുഴപ്പമൊന്നുമില്ലെന്നാ ചിറ്റപ്പൻ പറഞ്ഞത്. എന്നാലും കുറച്ചു ദിവസത്തേക്ക് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നു. അതുകൊണ്ട് ഉത്സവത്തിന്റെ കാര്യങ്ങൾക്കായി ഞാൻ അങ്ങോട്ട് ചെല്ലാൻ. അപ്പൊ അച്ഛൻ ഇന്ന് പോവോ? നമ്മൾ എല്ലാവർക്കും കൂടി പോകാം. ഇത്ര നേരത്തെയോ? ഉത്സവം തുടങ്ങാൻ ഇനിയും 1 മാസം ഉണ്ടെങ്കിലും നമുക്ക് തറവാട്ടിൽ പോയി നിൽക്കാം. പിന്നെ നിന്നെയും അങ്ങോട്ട് കൊണ്ടു ചെല്ലാന്ന് പറഞ്ഞല്ലേ. അപ്പോ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. പ്രിയമ്മേ, ഈ ഉത്സവം എന്താ 15 വർഷത്തിന് ശേഷം മാത്രം നടത്തുന്നേ? അതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അമ്പലത്തിലെ വെച്ചാരാധന ദൈവം ശ്രീ അംബികേശ്വരി ദേവിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ആ നാടിനെയും ആ നാട്ടിലെ ജനങ്ങളെയും ഒരസുരൻ അടിമകളായി വെച്ചിരുന്നു. കാരണം അവരുടെ വെച്ചാരാധന ദൈവമായ ശ്രീ അംബികേശ്വരി ദേവി കേവലം ഒരു സ്ത്രീയാണെന്നും തന്നേക്കാൾ ബലഹീനയാണെന്നും അസുരൻ ധരിച്ചിരുന്നു. എന്നാൽ ഒരു സ്ത്രീയായിരിക്കെ തന്നെ ഒരു നോട്ടം കൊണ്ട് തന്നെ ഇടിച്ച് ചാമ്പലാക്കാൻ കഴിവുള്ള തന്നേക്കാൾ ധീരയും ശക്തിശാലിയുമായിരുന്നു അംബികേശ്വരി ദേവി എന്ന് ആ അസുരന് അറിയില്ലായിരുന്നു. അവിടുത്തെ ജനങ്ങൾ സഹായത്തിനായി ദേവിയെ നിത്യവും പ്രാർത്ഥിച്ചു. ഒടുവിൽ ദേവി ആ ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെടുകയും അസുരനെ വധിക്കുകയും ചെയ്തു. പിന്നീട് ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും നൽകിയതിനു ശേഷം ദേവി ഒരു നിദ്രയിലായിരുന്നു. എല്ലാ 15 വർഷത്തിന് ശേഷവും മകരത്തിലെ സ്വാതി നക്ഷത്രത്തിൽ ദേവി നിദ്രയിൽ നിന്നുണരുകയും തന്റെ ജനങ്ങളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുകയും ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും സമൃദ്ധിയും ഐശ്വര്യവും നൽകി തിരികെ മടങ്ങുകയും ചെയ്യും. അതാണ് ഐതിഹ്യം. വെരി ഇൻട്രസ്റ്റിംഗ്. കേൾക്കാൻ മാത്രമല്ല, ഉത്സവം കണ്ടറിയാനും വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ആണല്ലേ? അല്ല, നീ ഇതുവരെ ഉത്സവം കൂടിയിട്ടില്ലല്ലേ? ഇല്ല. എന്നാ നീയും പോരും ഞങ്ങളുടെ തറവാട്ടിലേക്ക്. അപ്പൊ ഉത്സവം കാണാലോ. ഞാനോ? അയ്യേ, ഫോർമാലിറ്റിയോ? ഒന്ന് പോയട ചക്ക. നീ ഒരാള് കൂടെ വന്നു എന്ന് പറഞ്ഞേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആദൂനും ആദിക്കും ഒരു കൂട്ടുവാകും. ആണല്ലേ? അതെല്ലോ. എങ്കിൽ നീ പോയി പാക്കിങ് ചെയ്തോ. നാളെ രാവിലെ പോകണ്ടേ. 1 മാസത്തിന് മുകളിൽ നിൽക്കാനുള്ളതാണേ. വേണ്ടതൊക്കെ എടുത്തോ. എപ്പോ പാക്ക് ചെയ്തെന്ന് ചോദിച്ചാ പോരെ? ഓക്കെ, സെറ്റ്. ശരി പ്രിയമ്മ, ഞാൻ പോയിട്ട് വരാം. ഇവനെന്താണ് വയ്യേ? അമ്മ, അവനെന്താ അങ്ങനെ ഓടിയേ? എങ്ങനെ? അല്ല, അവന്റെ ഭാര്യ പ്രസവിച്ച പോലെ. ആരുടെ ഭാര്യ പ്രസവിച്ചേ? കിച്ചുവിന്റെ. ഏത് കിച്ചു? കൃഷ്ണജിത്ത് PR. കിച്ചുവേട്ടന്റെയോ? എപ്പോ? ഒന്ന് നിർത്തിക്കേ. എന്തൊക്കെയാ രണ്ടും കൂടെ പറയുന്നേ? അവനും നമ്മളോട് തറവാട്ടിൽ ഉത്സവം കൂടാൻ വരുന്നുണ്ട്. അതിന്റെ ത്രില്ലിൽ ഓടിയതാ. ഒരു നിമിഷത്തേക്ക് ഞാൻ ട്രോമയായി പോയി. അതായിരുന്നു. അപ്പൊ കിച്ചുവേട്ടനും നമ്മളിവിടെ വരുന്നുണ്ടോ ഉത്സവം കാണാൻ? ഉണ്ട്. അവനിതൊരു ഉത്സവം കൂടിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അവനും കൂടെ വരാം. പൊളിച്ച്. അത് ശരിയാ, അവനും കൂടെ ഉണ്ടെങ്കിൽ പോസ്റ്റ് ആവത്തില്ല.
ഓ എന്റെ ആദി, നിന്റെ ഒരു കുതിര കഴിഞ്ഞില്ലേ? ദേ ഇപ്പൊ തരും 5 minutes. ഇത് കൊറേ നേരം ആയല്ലോ നീ. എന്തോന്നാ പിള്ളേരെ ഇത്, നിങ്ങളൊന്നും ഇതുവരെ ഒരുങ്ങിയില്ലേ? നമ്മൾ താമസിച്ച് ഇറങ്ങുന്നിടത്തോളം നമ്മൾ അവിടെ ചെല്ലാനെ താമസിക്കും കേട്ടോ. അതോ എന്റെ ഈ സാരി ഒന്ന് പിടിച്ചേ. ആ ബെസ്റ്റ്. അമ്മ ഒരുങ്ങിയിട്ടില്ല. പിള്ളേരെ, നിങ്ങളുടെ പാക്കിംഗ് ഒരുക്കൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം ഒന്ന് വണ്ടിക്ക് ഇറക്കിയേ. ആ അതെ, കേറി. എല്ലാരും ഇരുന്നല്ലോ, എന്നാ പോയാലോ? ഓക്കെ അച്ഛാ, ഓൾ സെറ്റ്. മുത്തശ്ശ, കാലിന്റെ വേദനയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അതുമോളെ, നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. വാവേ, ഒരു ഉമ്മ തരുവോ? ഉമ്മ ഞാൻ തന്നാ മതിയോ ഏട്ടായി? പോടാ. അയ്യോ വാവേ, അത് അവളല്ല, അവനാണ് അവൻ. ഏട്ടായി പോടാ പാഴേ. വാവേ, അത് കിച്ചു ആണ്. അങ്ങനെ ഇപ്പൊ നീ ഇപ്പൊ സൊള്ളണ്ട. എടാ എന്റെ ഫോൺ ഇങ്ങോട്ട് തന്നെ.